നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ ഉണ്ടായ വൻ സ്ഫോടകം രാജ്യത്തെ നടുക്കുന്നത് തന്നെയായിരുന്നു. പക്ഷെ അതിനേക്കാളും ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് അതിൻ്റെ പിന്നാമ്പുറ കഥകളായിട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്. 4 ഇടങ്ങളിലായിട്ട് പദ്ധതി ചെയ്തിരുന്ന ആ സ്ഫോടനം എന്നെ പോലുള്ള അന്വേഷണ ഏജൻസിയുടെ കരുതൽ കൊണ്ട് മാത്രമാണ് ആ ഒരിടത്ത് മാത്രമായിട്ട് ഒതുങ്ങിയത്. അയോധ്യ ക്ഷേത്രം ഉൾപ്പെടെ ലക്ഷ്യമിട്ടു എന്നുള്ളതാണ് പുറത്തു വരുന്ന ചില സൂചനകൾ. പക്ഷേ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരെ പറ്റി അന്വേഷണം ഊർജിതമാക്കിയപ്പോഴാണ് വളരെ ഞെട്ടുന്ന തരത്തിലും ഒരുപക്ഷെ നമുക്കൊക്കെ ആശ്ചര്യമുളവാക്കുന്ന തരത്തിലും വരുന്നത്. ഇവരുടെയൊക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പഠനവും മറ്റുള്ള രീതികളും സമൂഹത്തിലെ ഇടപെടലുകളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ തീർത്തും സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ്, ഉന്നത തലത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ്. വൈറ്റ് കോളർ ഭീകരത എന്ന് ഇതിന് പേരിടുമ്പോൾ ഭീകരത അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങളുടെ ഒരു പുതിയ ജനറേഷനാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഭീകര പ്രവർത്തനം ജെയ്ഷെ മുഹമ്മദിന്റെ സ്ത്രീ സംഘടനകൾ പോലും ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഡോക്ടർ ഷഹീൻ സയീദി അതിന് ഒരു ഉദാഹരണം തന്നെയാണ്. ദുരൂഹമായ വ്യക്തിത്വമുള്ളതാണ് ഡോക്ടർ. ഫരീദാബാദിലെ വൻ സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുകയാണ് ഡോക്ടർ ഷഹീൻ സയീദി. ഡോക്ടർ ഷഹീൻ പുരോഗമന കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നുവെന്നും മതവിശ്വാസിയായിരുന്നില്ല എന്നുമാണ് അവരുടെ മുൻ ഭർത്താവായ മഹാരാഷ്ട്ര സ്വദേശിയുമായിട്ടുള്ള ഡോക്ടർ ഹയാത്ത് സഫർ പറയുന്നത്. അതായത് മതവിശ്വാസിയല്ലായിരുന്നു, പക്ഷെ വളരെ പുരോഗമന കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. ആദ്യമൊന്നും തട്ടമിടില്ലായിരുന്നു എന്നുകൂടി ഭർത്താവ് പറയുന്നുണ്ട്. 2015 ഇരുവരും വേർപിരിഞ്ഞത്. 2015 വേർപിരിഞ്ഞ ശേഷം തനിക്ക് ഷഹീനുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നും 2 മക്കളും തന്നോടൊപ്പമായിരുന്നുവെന്നും ഭർത്താവ് പറയുന്നു. ഷഹീന്റെ അറസ്റ്റ് എന്നാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പിതാവ് പറയുന്നത്. പിതാവിന്റെ പേര് സയ്യിദ് അഹമ്മദ് അൻസാരി എന്നാണ്. മകൾ ഇത്തരം പ്രവർത്തനങ്ങൾ താൻ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ള തരത്തിലാണ് പിതാവ് പറഞ്ഞത്. ഇതോടെ തന്നെ കുടുംബവും അവരെ തള്ളി പറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിരിയുന്നതിന് മുൻപ് 2 മക്കളുമായി ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ ഒക്കെ സ്ഥിരതാമസമാക്കണമെന്നായിരുന്നു ഷഹീന്റെ വലിയ ആഗ്രഹം. അത്രയൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഭീകര പ്രവർത്തനത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഭീകര പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയൊരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു ഏകോപനം നടത്തിയിരിക്കുന്ന ഷഹീനാണ് എന്നുള്ളതാണ് ആശ്ചര്യം. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിനെ ചൊല്ലി മുൻ ഭർത്താവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർ ഹയാത്ത് പറയുന്നുണ്ട്. ഷഹീന്റെ കുടുംബവുമായി ഹയാത്ത് ഇപ്പോഴും നല്ല അടുപ്പത്തിലാണ്. ഇത് ഷഹീന്റെ അച്ഛനും സമ്മതിച്ചിരുന്നുണ്ട്. അതായത് മുൻ ഭർത്താവുമായിട്ട് വളരെ അടുപ്പത്തിലാണ്, ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. 1 മാസം മുൻപാണ് ഈ ഷഹീനുമായിട്ട് ഡോക്ടർ ഹയാത്ത് സംസാരിച്ചത്. സഫറുമായി അതായത് അച്ഛനുമായിട്ട് എല്ലാ ആഴ്ചയും സംസാരിക്കുമെന്നാണ് ഈ മുൻ ഭർത്താവ് പറയുന്നത്. ഈ ഭീകരപ്രവർത്തനത്തിന്റെ വനിതാ വിഭാഗം രൂപവൽക്കരിക്കാൻ ലക്ഷ്യമിട്ട് ജെയ്ഷെ മുഹമ്മദ് നടത്തിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവിനിടയിലാണ് ഷഹീൻ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. ഞങ്ങളുടേത് വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു. പിരിഞ്ഞ ശേഷമാണ് മക്കൾ എനിക്കൊപ്പമുള്ളത്. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നതിന് ഞാനും ഷഹീനുമായി ഭിന്നത ഉണ്ടായിരുന്നു. മക്കൾ അവളോട് സംസാരിക്കാറില്ല. ഷഹീൻ പൾമണോളജി അധ്യാപികയായിരുന്നുവെന്നും 2006 അവർ ബിരുദം പൂർത്തിയാക്കിയതെന്നും ഡോക്ടർ ഹയാത്ത് സഫർ മാധ്യമങ്ങളോട് പറയുന്നു. ഷഹീന് 2 സഹോദരങ്ങളാണുള്ളത്. മൂത്തയാൾ ഷോയബ്, അച്ഛൻ സയ്യിദ് അഹമ്മദ് അൻസാരിക്കൊപ്പം താമസിക്കുന്നു. അനുജൻ പർവേസ് അൻസാരി. ഇങ്ങനെ 2 സഹോദരങ്ങളാണ് ഉള്ളത് ഷഹീന്. വിവാഹ ചടങ്ങുകൾക്കൊഴികെ ഷഹീൻ ഒരിക്കൽ പോലും ബുർഖ ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഷഹീന്റെ മുൻ ഭർത്താവ് പറയുന്നത്. ബുർഖ ധരിച്ച് ഇതുവരെ ഭർത്താവ് കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് വെളിപ്പെടുത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളുമായി ഷഹീന് ബന്ധമുണ്ടോ എന്നും തനിക്കറിയില്ല എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിവാഹമോചനത്തിന് ശേഷമാകാമെന്നും ഡോക്ടർ സഫർ ഹയാത്തിന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. വിവാഹ മോചനത്തിലേക്ക് നയിക്കാൻ മാത്രം എന്തായിരുന്നു അവളുടെ മനസ്സിലെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല. ശരിക്കും ഈ ഒരു വിവാഹമോചനം എന്തിനാണ് എന്നുള്ളത് കൂടി മുൻ ഭർത്താവിന് അറിയില്ല. അവർക്കിടയിൽ ഒരിക്കൽ പോലും ഒരു തർക്കമോ വഴക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും
വളരെ സ്നേഹത്തോടെയും കരുതലോടും കൂടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഷഹീൻ എന്നാണ് മുൻ ഭർത്താവ് പറയുന്നത്. വിവാഹമോചനത്തിന് ശേഷം ഷഹീനുമായി ഒരു തരത്തിലുമുള്ള ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഷഹീൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന് ഒരിക്കൽ പോലും ഭർത്താവ് കരുതില്ല. കാരണം അത്രയ്ക്ക് സ്നേഹനിധിയായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബം നോക്കുന്ന, കുടുംബത്തോടും കുട്ടികളോടും ഒക്കെ വലിയ ആഴത്തിൽ അടുപ്പവും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് മുൻ ഭർത്താവ് ആണയിട്ട് പറയുകയാണ്. അവരെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരമ്മയാണ് ഷഹീൻ എന്നുകൂടി പറയുന്നുണ്ട്. മാത്രമല്ല കുട്ടികളുടെ പഠനത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു അമ്മ തന്നെയായിരുന്നു ഷഹീൻ, ഡോക്ടർ ഷഹീൻ എന്നതുകൂടി മുൻ ഭർത്താവ് പറയുന്നു. എവിടെയാണ് ഷഹീൻ വഴി തെറ്റിപ്പോയത്, അല്ലെ എവിടെയാണ് മാറി ചിന്തിച്ചു തുടങ്ങിയത് എന്നുള്ളത് അറിയില്ല. മതപരമായിട്ട് യാതൊരു കാര്യത്തിലും താല്പര്യമില്ലാത്ത ഷഹീൻ, വളരെ പുരോഗമന ചിന്താഗതിയുള്ള ഷഹീന് എവിടെയാണ് പാളിപ്പോയതെന്നും ഭർത്താവിനോ കുടുംബത്തിനോ അറിയില്ല എന്നുള്ളതാണ്. ഇനി ഷഹീൻ ഇന്ത്യയിൽ തന്നെ ആണ് എന്നുള്ളത് ഈ അടുത്തിടെയാണ് ഹയാത്ത് അറിഞ്ഞത് തന്നെ. വിവാഹം കഴിച്ച സമയത്തൊന്നും ഷഹീൻ തീവ്രവാദ ആശയങ്ങളോടൊന്നും വലിയ ഒരു ചായ്വും കാണിക്കാത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു. മെച്ചപ്പെട്ട ശമ്പളത്തിന്, ഒരു നല്ലൊരു ജീവിത നിലവാരത്തിനും ഒക്കെ വേണ്ടി ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ ഒക്കെ സ്ഥിരതാമസമാക്കാമെന്ന് ഷഹീൻ തന്നെ പലപ്പോഴും ഭർത്താവിനോട് പറഞ്ഞിരുന്നു അത്രേ. പക്ഷേ ഇവിടെ നല്ല ഒരു ജോലിയൊക്കെ ഉണ്ട്, കുട്ടികളുമൊത്ത് നല്ലൊരു ജീവിതം എന്നാൽ ഇവിടെ തന്നെ നയിക്കാമെന്നും ഷഹീൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകാമെന്നും കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യത്തിന് അങ്ങോട്ടേക്ക് പോകാമെന്നും ഷഹീൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരു നല്ല ജീവിതം നയിച്ച് നല്ലൊരു കുടുംബിനിയായി നല്ലൊരു അമ്മയായിട്ട് ജീവിക്കണമെന്ന ഒരു സാധാരണ ഒരു സ്ത്രീയെ പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷഹീൻ. ഈ പറയുന്ന ബന്ധുക്കളെല്ലാം ഇവിടെയാണ് ഉള്ളത്, അതുകൊണ്ട് ഓസ്ട്രേലിയയിലോട്ട് പോകണ്ട എന്ന് ഇടയ്ക്ക് ഷഹീൻ പറയാറുണ്ട്. അവിടെ പോയാൽ നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോകുമെന്നും ഭർത്താവിനോട് പറഞ്ഞു അത്രേ. നേത്രരോഗ വിദഗ്ധനാണ് ഈ ഡോക്ടർ സഫർ ഹയാത്ത്. തൻ്റെ സഹോദരിക്ക് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കാനാകില്ല എന്നുള്ളതാണ് ഈ ഷഹീൻ്റെ സഹോദരൻ പറയുന്നത്. കുടുംബവുമായി കഴിഞ്ഞ 4 വർഷമായി ഷഹീന് ഒരു ബന്ധവുമില്ല. അതായത് 4 വർഷം കൊണ്ട് കുടുംബത്തിൽ നിന്ന് കുറച്ച് വിട്ട് തന്നെയാണ് ഷഹീൻ നിൽക്കുന്നത്. ഈ 4 വർഷം മുമ്പാണ് ഷഹീൻ ഈ വീട്ടിൽ വിളിച്ച് സംസാരിച്ചത് പോലും. ഫരീദാബാദിലെ അൽഫലാഹ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്ന ഷഹീൻ സംഘത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾക്ക് അവർ മേൽനോട്ടം വഹിക്കുകയും 35 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെ ഫണ്ട് കൈമാറ്റം ഏകോപിപ്പിക്കുകയും ചെയ്തതായും ഇതിൽ ഭൂരിഭാഗവും അവരുടെ ബന്ധങ്ങൾ വഴിയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നും ഇപ്പോൾ അന്വേഷണത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഷഹീൻ ഇതിനു മുൻപ് ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ലെക്ചററായി ജോലി ചെയ്തിരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് അവർക്ക് ആ നിയമനം അന്ന് ലഭിച്ചത്. എന്നാൽ മുന്നറിയിപ്പില്ലാതെ ജോലിക്ക് ഹാജരാകാതിരുന്ന അത് ഒരു പതിവായതോടുകൂടി 2021 ഷഹീനെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. ആരെയും അറിയിക്കാതെ ഷഹീൻ ഇടയ്ക്കൊക്കെ പുറത്തു പോകിരുന്നു എന്ന് ഈ അൽഫല സർവകലാശാലയിലെ സഹപ്രവർത്തകനും ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. ഡോക്ടർ ഷാഹിദിന്റെ യാത്രകളും മുൻകാല ബന്ധവും ഒക്കെ ഇപ്പോൾ അന്വേഷിക്കുകയാണ്. സ്ഫോടനമുണ്ടായ കാർ ഓടിച്ച ഡോക്ടർ ഉമർ നബിയുമായിട്ട് ഷഹീന് വലിയ ഒരു ബന്ധമുണ്ടായിരുന്നു. വലിയ ഒരു സുഹൃത്ത് തന്നെയാണ് ഉമർ. ഷാഹിദിന്റെ മുൻ ഭർത്താവായ സഫർ ഹയാത്ത് മഹാരാഷ്ട്ര സ്വദേശി ആയതിനാൽ അവിടെയുള്ളവരുമായുള്ള ബന്ധവും അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ സുരക്ഷാ ഏജൻസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പമാണ് മുൻ ഭർത്താവിന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വരുന്നത്. ഭീകരവാദ സംഘത്തിന് ഫണ്ടും മറ്റു സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ഷഹീൻ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. ഇവർ ഒട്ടേറെ തവണ ജമ്മു കാശ്മീരിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ടെന്നും ഈ യാത്രകൾക്ക് ഭീകരാക്രമണത്തിന്റെ ആസൂത്രണവുമായി ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ്. ശ്രീനഗറിൽ നടന്ന ചോദ്യം ചെയ്യലിലാണ് ഷഹീൻ ഇക്കാര്യം വ്യക്തമാക്കിയതും ഫരീദാബാദിലെ ഫലാഹ് മെഡിക്കൽ കോളേജിൽ വെച്ച് ഉമർ നബിയുമായി സംസാരിച്ചിരുന്നതായും തീവ്ര നിലപാടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് ഷഹീൻ മൊഴി നൽകിയിട്ടുണ്ട്. ലക്നൌവിലെ ദലിഗഞ്ച് സ്വദേശിയായ ഷഹീൻ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെ ഇന്ത്യയിലെ മേധാവിയായിരുന്നു എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചനകൾ. ഏതായാലും സാധാരണ ഒരു വീട്ടമ്മയായി നല്ലൊരു ഡോക്ടർ, ഭർത്താവ് നേത്രരോഗ വിദഗ്ധൻ, 2 കുട്ടികൾ, ഇതടങ്ങുന്ന ഒരു കുടുംബം, എവിടെയാണ് ഷഹീന് പിഴച്ചത് എന്നുള്ളത് അറിയില്ല.
ഇപ്പോൾ വൈറ്റ് കോളർ ഭീകരത എന്ന് പറയുമ്പോൾ ഇതിൽപ്പെട്ടവരല്ല, ഉമർ ഉൾപ്പെടെയുള്ളവരുടെ ബന്ധുക്കാരിൽ നിന്നൊക്കെ കിട്ടുന്ന അന്വേഷണ സംഘം കിട്ടുന്ന സൂചനകളൊക്കെ ഇവരെയൊക്കെ പെടുത്തിയത് എന്നുള്ള തരത്തിലാണ്. എങ്ങനെയാണ് പെടുത്തുന്നത്? ഓൺലൈൻ ക്ലാസ്സുകൾ ഉൾപ്പെടെ നടത്തുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ പല വമ്പന്മാരും ഇതിലേക്ക് മാനസികമായിട്ടും അല്ലെങ്കിൽ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് മതത്തിന്റെ ഒരു വല്ലാത്ത ഭീകരത ഇവരിലേക്ക് അടിച്ചേൽപ്പിച്ച്, വർഗീയ വിഷം അടിച്ചേൽപ്പിച്ച് ഇവരെ ഇതിൽ നിന്നൊക്കെ ഒരു വല്ലാത്ത അഡിക്റ്റഡ് ആക്കി മാറ്റിക്കൊണ്ടാണ് ഈ ഒരു സംഘം, ഭീകര സംഘം അവരിലേക്ക് ആകർഷിക്കുന്നത്. ഏതായാലും സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്നവരൊക്കെ തന്നെയാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. 6ഓളം ഡോക്ടർമാരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 1-2 വിദ്യാർത്ഥികളെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സർവകലാശാലയിൽ എന്തൊക്കെ ഗവേഷണങ്ങളാണ്, എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് അന്വേഷണ സംഘം കുറച്ചുകൂടി അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സർവകലാശാലകൾ ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് ആശ്ചര്യം. ഏതായാലും ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വീണ്ടും ചെറിയൊരു സ്ഫോടനം ഉണ്ടായി. അത് കൃത്യമായിട്ട് റാഡിസൺ ഹോട്ടലിന് സമീപമാണ്, മഹിമാൽപൂരിലെ റാഡിസൺ ഹോട്ടലിന് സമീപമാണ് വീണ്ടും ഒരു ചെറിയ സ്ഫോടനം ഉണ്ടായത്. ടയർ പൊട്ടിത്തെറിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് സൂചനകളായി വരുന്നത്. എന്താണെന്നുള്ള അറിയില്ല. എവിടെയൊക്കെയാണ് ഇനി ഇവർ മറ്റേതെങ്കിലും തരത്തിൽ ബോംബുകൾ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും രാജ്യം വളരെ ഭീഷണി തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ തന്നെ ഏറെ കടമ്പകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ വൈറ്റ് കോളർ ഭീകരത തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തെളിവുകളാണ്, സൂചനകളാണ് നമുക്ക് കിട്ടുന്നത്.